അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എല്ലാവരാളും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിരുന്നു. കാരണം അത്രമാത്രം കഴിവാണ്, അത്രമാത്രം ഇൽമിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും തർബിയത്ത് ചെയ്യാനും ഒരു വിഷയം വന്നാൽ തർക്കിക്കാനും അങ്ങനെ എല്ലാ വിഷയവും എടുത്തു നോക്കിയാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമ് ഒരു അത്ഭുതകരമായിരുന്നു. അതുകൊണ്ട് എല്ലാവരാളും ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പ്രശംസിക്കപ്പെടുകയും ഗൗരവിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ സ്വാഭാവികം എന്ന രീതിയിൽ ആ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു പണ്ഡിതന് ചെറിയൊരു വിഷമം തോന്നി. ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് ആക്ഷേപിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവർ എഴുതിയതായ കിതാബുകളെക്കുറിച്ചൊക്കെ ആക്ഷേപിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ എഴുതിയ ലോക പ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ, അത് വല്ലാത്തൊരു ഗ്രന്ഥം തന്നെയാണ്. ആ ഗ്രന്ഥത്തിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം ആക്ഷേപിക്കാനും മൊത്തത്തിൽ ആൾക്കാരുടെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സ്ഥാനമൊന്ന് കുറക്കണമെന്ന് കരുതിയിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹമാണെങ്കിലും വലിയൊരു പണ്ഡിതനാണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനൊരു വിഷമം, ഇങ്ങനൊരു ബേജാറ് അദ്ദേഹത്തിൻ്റെ കൽബിൽ വന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തു തീർത്തു. അങ്ങനെ ഒരു ദിവസം ആ പണ്ഡിതൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ അതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളൊക്കെ കൂടിയിട്ടുള്ള ഒരു സദസ്സാണ്. ആ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഈ പണ്ഡിതനും അവിടെയുണ്ട്. അങ്ങനെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഓടിപ്പോയി കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇദ്ദേഹം എന്നെ ആക്ഷേപിക്കുന്നു, എൻ്റെ ഗ്രന്ഥങ്ങളെ ഇദ്ദേഹം തള്ളിപ്പറയുന്നു, ഞാൻ അതിലൊന്നും ഇസ്ലാമല്ലാത്തത് പറഞ്ഞിട്ടില്ല നബിയെ, എന്നിട്ടും ഇദ്ദേഹം എന്നെ ആക്ഷേപിക്കുന്നു, ഇദ്ദേഹം എന്നെ ആൾക്കാരുടെ ഇടയിൽ നിസാരപ്പെടുത്താൻ വേണ്ടി എന്നെ ആക്ഷേപിച്ച് പ്രസംഗിക്കുന്നു, ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരാളാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കേസ് പറയുകയാണ്. ഈ മനുഷ്യൻ, ഈ പണ്ഡിതൻ ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള സ്വഹാബാക്കളോട് ഒരു ചാട്ടവാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പണ്ഡിതനെ അടുത്തു വിളിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ച്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത്? അയാൾ ദീനി പ്രചരിപ്പിച്ചതിലും അയാൾ ദീനി കിതാബുകൾ എഴുതിയതിലും ഒന്നും തെറ്റില്ലല്ലോ, പിന്നെന്തേ നിങ്ങളിങ്ങനെ ആക്ഷേപിക്കാനുള്ള കാരണം? അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പണ്ഡിതനെ അടിക്കുകയാണ്. അങ്ങനെ സ്വപ്നം കഴിഞ്ഞു. പിന്നീട് ആ പണ്ഡിതൻ എണീച്ചു നോക്കുമ്പോൾ അത്ഭുതം. അദ്ദേഹം വിചാരിച്ചു ഇത് എന്തോ ഒരു സ്വപ്നമായിരിക്കാം. നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണോ അടിച്ചത് അവിടെ അടയാളം കാണുകയാണ്. ഇയാൾ അത്ഭുതപ്പെട്ടു, ഇയാൾ ബേജാറായിപ്പോയി, ഇയാളുടെ തെറ്റ് അവിടുന്ന് മനസ്സിലായിപ്പോയി, ഇയാൾ ഖേദം പ്രകടിപ്പിച്ചു. ഇയാൾ ഏതായിരുന്നാലും ഒരു നല്ല മനുഷ്യനാണല്ലോ, അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ ഇടപെട്ടത്. അതോടുകൂടെ ഇയാൾ ബേജാറായിപ്പോയി. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയി പൊരുത്തം ചോദിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ
ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് പറയാനും ഗൗരവിക്കാനും ബഹുമാനിക്കാനും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മദ്ഹ് പറയാൻ ആ പണ്ഡിതൻ മുന്നിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനൊരു സ്വപ്നം, ഇങ്ങനൊരു മുത്തുനബി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ എന്നെ അടിച്ചിട്ടുണ്ട് എന്നും ഈ പണ്ഡിതൻ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എന്തുമാത്രം ഒരു അത്ഭുതമാണ്! ഇവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ്. അതേ പണ്ഡിതന്മാർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ, ആലിമീങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്, മുത്തുനബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. നാം ഒരിക്കലും അവരെ കുറവാക്കി കാണാൻ പാടില്ല. അതിൻ്റെ പ്രതിഫലം തീർച്ചയായും റബ്ബ് നൽകും. അതിൻ്റെ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.